വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കഠിനമായ ഹൃദയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 95 അധ്യായം 8 വാക്യം. മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ പുനർജീവിപ്പിക്കാൻ, തന്റെ പൂർണ്ണതയുള്ള വഴിയിൽ നിങ്ങളെ നയിക്കാൻ. അതിനാൽ അവന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുക. ആദാമും ഹൗവയും പകലിന്റെ തണുപ്പിൽ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേട്ടു. ഇത് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 8 വാക്യത്തിൽ കാണപ്പെടുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നത് ദിവസത്തിലെ ഏറ്റവും തണുപ്പുള്ള സമയം പുലർച്ചെ 3-നും 4-നും ഇടയിലാണെന്നാണ്. കർത്താവ് പറയുന്നു, അതിരാവിലെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഇത് സദൃശ്യവാക്യങ്ങൾ 8 അധ്യായം 17 വാക്യത്തിൽ കാണപ്പെടുന്നു. ലോകത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതിന് മുൻപ് അതിരാവിലെ എഴുന്നേറ്റ് അവന്റെ ശബ്ദം ശ്രദ്ധിക്കുക. തണുപ്പ് എന്നാൽ ആത്മീക സുഖം എന്നും അർത്ഥമാക്കുന്നു. നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപാകെ ആർദ്രവും പ്രസാദകരവുമായിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ അവനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അത് അവന്റെ ഹൃദയത്തിന് ആനന്ദവും ഉന്മേഷവും നൽകുന്നു. ഏലിശ കർത്താവിന്റെ സാന്നിധ്യത്തിനായി കൊതിച്ചു. ഒരു സംഗീതജ്ഞൻ വീണ വായിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. പ്രവചനാത്മക അഭിഷേകം അവന്റെ മേൽ വന്നു. പിന്നെ അവൻ പ്രവചിച്ചു എന്ന് 2 രാജാക്കന്മാർ 3 അധ്യായം 15 വാക്യത്തിൽ കാണപ്പെടുന്നു. ബിലയാം 7 യാഗപീഠങ്ങൾ പണിത് യാഗങ്ങൾ അർപ്പിച്ചു. ഒരു ആചാരമായി മാത്രമല്ല, ദൈവത്തിന്റെ ശബ്ദം തന്നോട് സംസാരിക്കുന്നത് വരെ കാത്തിരിക്കാൻ. ഇത് സംഖ്യാപുസ്തകം 23 അധ്യായം 1-2 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. പഴയ നിയമത്തിൽ ദൈവം മൃഗബലികൾ സ്വീകരിച്ചു. എന്നാൽ ഇന്ന് അവൻ ആഗ്രഹിക്കുന്ന യാഗം തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഒരു ഹൃദയവും സ്തുതിയുമാണ്. അത് നമ്മുടെ അധരങ്ങളുടെ ഫലമാണ്. നിങ്ങൾ ഒരു എളിയ തകർന്ന ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കും. അവന്റെ സൗമ്യമായ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ പ്രതിധ്വനിക്കും. 1000 ലൗകിക ശബ്ദങ്ങൾക്കിടയിൽ ഇത് എന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാനുള്ള സംവേദനക്ഷമത ദൈവം നിങ്ങൾക്ക് നൽകും. മണവാട്ടി പറയുന്നത് പോലെ, ഞാൻ ഉറങ്ങുന്നു, പക്ഷെ എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. മുട്ടുന്നത് എന്റെ പ്രിയന്റെ ശബ്ദമാണ്. ഇത് ഉത്തമഗീതം 5 അധ്യായം 2 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രിയ കുഞ്ഞെ, ദൈവപുത്രൻ നിന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധാത്മാവ് തന്റെ മൃദുലവും ആശ്വാസപ്രദവുമായ ശബ്ദത്തോടെ ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളോട് മന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുക. അവന്റെ മൃദുലമായ മന്ത്രിപ്പ് കേൾക്കുക, അതിൽ സന്തോഷിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 14 അധ്യായം 26 വാക്യം. പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 49-50 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 13 അധ്യായം 31 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.